Hi students, how are you all? Welcome back to SS Online class. Are you ready for the class? Previous class we are already discussed about the third chapter in our history, the Delhi Sultans. Today we will discuss a continuation of yesterday's class, a closer look administration and consolidation of Alauddin Khalji and Tughlaq. തുഗ്ലക്സിൻ്റെയും അലാവുദ്ദീൻ ഖൽജിയുടെയും അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ അവിടുത്തെ കൺസോളിഡേഷനൊക്കെ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചിട്ടൊരു ഡീറ്റെയിൽ സ്റ്റഡിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ ടുഡേ വി വിൽ ഡിസ്കസ് ദ നെക്സ്റ്റ് പാർട്ട് ഇൻ ദിസ് ടോപ്പിക്. ആർ യു റെഡി ഫോർ ദി ക്ലാസ്? ഓക്കെ, സ്റ്റാർട്ട് ഓഫ് ക്ലാസ്. Yesterday we will discuss the third chapter in our history, the Delhi Sultans. Today is a continuation of yesterday's class. ഇന്നലെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഇന്നലെ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺസോൾട്ടേഷൻ അണ്ടർ ദ ഖൽജീസ് ആൻഡ് തുഗ്ലക്സിൻ്റെയും ഖൽജീസിൻ്റെയും പീരീഡിലുള്ള അഡ്മിനിസ്ട്രേഷനും അവിടുത്തെ കൺസോൾട്ടേഷനൊക്കെ കുറിച്ചിട്ടൊരു ക്ലോസർ ലുക്ക് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു മിലിറ്ററി സർവീസിലൊക്കെ ക്ലയൻസിനും അതുപോലെ സ്ലേവ്സിനൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. The earlier sultans, the Khalji and Tughlaq monarchs appointed military commanders as governors of territories of varying sizes. മുമ്പത്തെ സുൽത്താന്മാരെ പോലെ തന്നെ ഖൽജിയും തുഗ്ലക്കും രാജാക്കന്മാർ സൈനിക മേധാവികളെ അവരുടെ വിവിധ പ്രദേശങ്ങളെ ഗവർണറായിട്ട് നിയമിച്ചു. അപ്പോൾ അവർക്ക് ഒരുപാട് ലാർജ് ഏരിയ നോക്കാൻ കഴിയില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഓരോ പ്രദേശത്തെയും ഗവർണറായിട്ട് സൈനികരായിട്ടുള്ള മേധാവികളുണ്ടല്ലോ അവരെ നിയമിച്ചു. ദിസ് ലാൻഡ്സ് were called ഇക്ത ആൻഡ് their holders were called ഇക്താദർ ഓർ മുക്തി. അപ്പോൾ ഇങ്ങനെ സൈനിക മിലിറ്ററി കമാൻഡേഴ്സിനെ ഓരോ ഗവർണറായിട്ട് നിയമിച്ചല്ലോ. ഈ പ്ലേസിനെ എന്ന പേരിലും ഈ പ്ലേസ് ആരുടെ കയ്യിലാണോ ഉള്ളത് ആ ഹോൾഡറെ ഇക്താദാർ ഓർ മുക്തി എന്ന പേരിലും അറിയപ്പെട്ടു. അപ്പോൾ മിലിറ്ററി കമാൻഡേഴ്സ് ഗവർണറായിട്ടുള്ള ഓരോ പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളെ ഇക്ത എന്നും ആ പ്രദേശങ്ങൾ കയ്യിലുള്ള ആളാരാണോ അവരെ ഇക്താദാർ ഓർ മുക്തി എന്നും ആണ് വിളിച്ചിരുന്നത്. The duty of the Mukti was to lead military campaigns and maintain law and order in their ഇക്താസ്. അവരുടെ സൈനിക പ്രചരണങ്ങൾ, അവരുടെ കൂടെയുള്ള സൈനികർക്ക് നേതൃത്വം നൽകുക, അതേപോലെ അവരുടെ ഇക്തകളിൽ ക്രമസമാധാനം ഉണ്ടാക്കുക എന്നതൊക്കെയായിരുന്നു ഈ മുക്തികളുടെ ജോലി. In exchange for their military service, the Muktis collected the revenue of their assignment as salary. അവരുടെ സൈനിക സേവനങ്ങൾക്ക് പകരമായിട്ട് അവർ ഓരോ പോസ്റ്റിൽ ഗവർണറായിട്ട് നിയമിച്ചല്ലോ. അപ്പോൾ ആ നിയമിച്ചപ്പോൾ അവർക്ക് വരുമാനമൊക്കെ ശമ്പളമായിട്ട് നൽകിക്കൊണ്ടിരുന്നു. They also paid their soldiers from this revenue. അപ്പോൾ അവരുടെ കീഴിലുള്ള സോൾഡേഴ്സിന് സൈനികർക്ക് അവർക്ക് ലഭിച്ച വരുമാനത്തിൽ നിന്ന് അവരവരുടെ സൈനികർക്കും പണം നൽകി. Control over Muktis was most effective. Their office was not inheritable and if they were assigned iktas for a short period of time before being shifted. ഈ ഇക്താസിന് അവരുടെ ഓഫീസ് അനന്തരാവകാശമല്ലെങ്കിൽ, നമ്മൾ പറയില്ല നമുക്ക് പാരമ്പര്യമായിട്ട് അനന്തരാവകാശമായിട്ടൊക്കെ കിട്ടിയെന്ന്, അങ്ങനെ അവരുടെ ഓഫീസ് അനന്തരാവകാശം അല്ലെങ്കിൽ അത് മാറ്റുന്നതിന് മുമ്പ് ഒരു ചെറിയ സമയത്തേക്ക് അവർക്ക് ഇക്താസ് നൽകിയിരുന്നില്ലെങ്കിൽ, അപ്പോൾ അവരുടെ ഓഫീസ് അനന്തരാവകാശമല്ലെങ്കിൽ അത് മാറ്റുമല്ലോ വേറൊരാൾക്ക്. അങ്ങനെ മാറ്റുന്നതിന് മുമ്പ് ഒരു ചെറിയ സമയത്തേക്ക് അവർക്ക് ഇക്താസ് നൽകിയില്ലെങ്കിൽ ആ മുക്തികളുടെ നിയന്ത്രണം ഏറ്റവും ഫലപ്രദമായിരുന്നു എന്ന്.
അപ്പോൾ അങ്ങനെ അവകാശം മാറ്റുന്നതിന് മുമ്പ് ഒരു ചെറിയ സമയത്തേക്ക് ഇക്താസ് ഒന്നും നൽകിയില്ലെങ്കിൽ അവരുടെ നിയന്ത്രണം ഫലപ്രദമായ നിയന്ത്രണം ആയിരുന്നു. These harsh conditions of service were religiously imposed during the reigns of Alauddin Khilji and Muhammad Tughlaq. അലാവുദ്ദീൻ ഖൽജിയുടെയോ മുഹമ്മദ് തുഗ്ലക്കിൻ്റെയൊക്കെ ഭരണകാലത്താണ് ഈ കഠിനമായ സേവന വ്യവസ്ഥകൾ കർശനമായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാരണം മുക്താസ് അവർക്ക് അവരുടെ അനന്തരാവകാശം അല്ലെങ്കിൽ അത് മാറ്റുന്നതിന് മുമ്പ് ഒരു സമയത്തേക്ക് അവർക്ക് ഇക്തൊന്നും നൽകിയില്ലെങ്കിൽ അവരുടെ നിയന്ത്രണം ഏറ്റവും ഫലപ്രദമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇത് അലാവുദ്ദീൻ ഖൽജിയുടെയും മുഹമ്മദ് തുഗ്ലക്കിൻ്റെയും ഭരണകാലത്താണ് ഈ കഠിനമായ സേവന വ്യവസ്ഥകൾ കർശനമായിട്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത്. Accountants were appointed by the state to check the amount of revenue collected by the muktis. മുക്തികൾ ശേഖരിച്ച വരുമാനത്തിൻ്റെ അളവ് പരിശോധിക്കാൻ അക്കൗണ്ടൻറ്റുമാരൊക്കെ അവിടുത്തെ സംസ്ഥാനം നിയമിച്ചിരുന്നു. ഏത് പ്ലേസാണോ ആ പ്ലേസിൽ ഈ മുക്തീസ് എന്തൊക്കെ വരുമാനം ശേഖരിച്ചെന്നറിയാൻ വേണ്ടിയിട്ട് അക്കൗണ്ടൻറ്റുമാരെ നിയമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അനന്തരാവകാശം അല്ലെങ്കിൽ ഒരു ചെറിയ സമയത്തേക്ക് ഇക്താസ് നൽകിയില്ലെങ്കിൽ മുക്തികളുടെ നിയന്ത്രണം, കാരണം അത് കൊടുക്കാതെ എന്നാൽ അവരുടെ കയ്യിലുള്ള ക്യാഷിൻ്റെ എമൗണ്ട് കൂടുമല്ലോ, അപ്പോൾ അതൊരു ഫലപ്രദമായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ അവർ ശേഖരിച്ച വരുമാനത്തിൻ്റെ അളവ് പരിശോധിക്കാൻ അക്കൗണ്ടൻറ്റുമാരൊക്കെ നിയമിച്ചു. Care was taken that the mukti collected only the taxes prescribed by the state and that he kept the required numbers of soldiers. അതുപോലെ അക്കൗണ്ടൻറ്റുമാർ അവർ ശേഖരിച്ച വരുമാനത്തിൻ്റെ അളവ് പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ഈ മുക്തികൾ അവിടുത്തെ സംസ്ഥാനം നിശ്ചയിച്ചിട്ടുള്ള നികുതികൾ, കാരണം ഓരോ സ്റ്റേറ്റും ഓരോ സാധനങ്ങൾക്കും നികുതികൾ നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലോ, ആ നിശ്ചയിച്ച നികുതികൾ മാത്രമാണ് ശേഖരിക്കുന്നുള്ളതെന്നും അതേപോലെ അവർക്ക് മുക്തികൾക്ക് ആവശ്യമായിട്ടുള്ള സൈനികരെ അവർ സൂക്ഷിക്കുന്നുണ്ടെന്നും ഈ അക്കൗണ്ടന്റുമാരും അവിടുത്തെ ആളുകളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. As the Delhi Sultans brought the hinterland of the cities under their control, they forced the landed chieftains, the Samanta aristocrats and the rich landlords to accept their authority. ഡൽഹി സുൽത്താൻമാരുടെ നഗരങ്ങളിലെ ഉൾപ്രദേശങ്ങളൊക്കെ അവരുടെ നിയന്ത്രണത്തിലാക്കി. കാരണം ഓൾറെഡി സിറ്റീസ് മാത്രമല്ല, ആ സിറ്റീസിൻ്റെ ഉൾപ്രദേശങ്ങളൊക്കെ അവരുടെ നിയന്ത്രണത്തിലാക്കിയപ്പോൾ അവർക്ക് പ്രഭുക്കന്മാരുടെയും അതേപോലെ സാമന്ത പ്രഭുക്കന്മാരുടെയൊക്കെ ഭൂവുടമകളെ അവരുടെ അധികാരം സ്വീകരിക്കാൻ നിർബന്ധിക്കുക ചെയ്തു. കാരണം അവർ ഓരോ ഉൾപ്രദേശങ്ങളും അവരുടെ നിയന്ത്രണത്തിലാക്കിയപ്പോൾ അത് ഈസി ആയിട്ട് അവിടെയൊക്കെ ഭരണം കൺട്രോൾ ചെയ്യുക എന്നുള്ളത് അവർക്ക് കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പ്രഭുക്കന്മാരെയും അതേപോലെ സാമന്ത പ്രഭുക്കന്മാരെയൊക്കെ നിർബന്ധിച്ചു അവിടെ ഭരണം നടത്താൻ വേണ്ടിയിട്ട്. അണ്ടർ അലാവുദ്ദീൻ ഖൽജി ദ സ്റ്റേറ്റ് ബ്രോഡ് ദ അസസ്മെൻറ്റ് ആൻഡ് കളക്ഷൻ ഓഫ് ലാൻഡ് റവന്യൂ അണ്ടർ ഇറ്റ്സ് ഓൺ കൺട്രോൾ. അലാവുദ്ദീൻ ഖൽജിയുടെ കീഴിൽ സംസ്ഥാനത്തിൻ്റെ ഭൂമി വരുമാനം വിലയിരുത്തലും ശേഖരണമൊക്കെ സ്വന്തം നിയന്ത്രണത്തിലാക്കി. അലാവുദ്ദീൻ ഖൽജിയുടെ കീഴിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ അവിടുത്തെ ലാൻഡിൻ്റെ വരുമാനത്തിൻ്റെയും അതുപോലെ അവിടുത്തെ ലാൻഡിൻ്റെ വിലയിരുത്തലും ശേഖരണമൊക്കെ സ്വന്തം നിയന്ത്രണത്തിലാക്കി. The rights of the local chieftains to levy taxes were cancelled and they were also forced to pay taxes. നികുതി ചുമത്താനുള്ള പ്രാദേശിക തലവന്മാർ, ഓരോ പ്രദേശത്ത് ഹെഡ് ഉണ്ടാവുമല്ലോ, അവരുടെ നികുതി ചുമത്താനുള്ള അവകാശങ്ങൾ റദ്ദാക്കുക. അത് റദ്ദാക്കി നികുതി അടക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു. കാരണം നികുതി പിരിച്ചിരുന്ന അവരുടെ ഹെഡിൻ്റെ ആളുകളെ നികുതി പിരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അവരും നികുതി അടക്കണമെന്ന് ഇത് നിർബന്ധിക്കുകയും ചെയ്തു.
The Delhi Sultan administrators measured the land and kept careful accounts. അതെന്താ അതേപോലെ some of the old chieftains and landlords served the sultanate as revenue collector and assessor. എന്താ ഈ സുൽത്താൻമാർ പഴയ തലവന്മാരൊക്കെ എന്താ അവരുടെ ഭൂവുടമകളും സുൽത്താനേറ്റിൻ്റെ റവന്യൂ കളക്ടർമാരായി വിലയിരുത്തുന്നവരൊക്കെ ആയിട്ട് സേവിച്ചു. കാരണം അവർക്ക് ഒരുപാട് നികുതികൾ ടാക്സുകളൊക്കെ കളക്ട് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് എന്തായി ചില പഴയ ആളുകളുണ്ടല്ലോ ചീഫ് ആയിട്ടുള്ള ഭൂമിയുടെ തലവന്മാരായിട്ടുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തു, ലാൻഡ് ലോഡേഴ്സില്ലേ പഴയ ചീഫ് ടൈൻസും അതുപോലെ ഭൂവുടമകളൊക്കെ എന്താ സുൽത്താൻ്റെ റവന്യൂ കളക്ടറായിട്ടും അത് ടാക്സുകളൊക്കെ വിലയിരുത്തുന്ന ആളായിട്ടൊക്കെ പ്രവർത്തിച്ചു. The Sultan's administrative there were 3 types of taxes. അതുപോലെ എന്താ സുൽത്താൻ്റെ ഭരണാധികാരികൾ ഭൂമി അളക്കുക, അത് ശ്രദ്ധാപൂർവം അക്കൗണ്ടുകളായിട്ടൊക്കെ അവരുടെ അടുത്തുള്ള ഭൂമികൾ ലാൻഡുകൾ അവർ അളന്ന് തിട്ടപ്പെടുത്തുകയും അത് ശ്രദ്ധാപൂർവം എന്താ അക്കൗണ്ടുകളായിട്ടൊക്കെ സൂക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. There were 3 types of taxes. 3 types of taxes ആണുള്ളത്. First one on cultivation called ഖരാജ് ആൻഡ് അമൗണ്ടിങ് ടു അബൌട്ട് 50% ഓഫ് ദി പീസൻസ് പ്രൊഡ്യൂസ്. എന്താ ഖരാജ് എന്ന് വിളിക്കുന്ന കൃഷിക്കും അതേപോലെ കർഷകരുടെ ഉൽപ്പാദനത്തിൻ്റെ 50%. അപ്പോൾ ഫസ്റ്റ് ആയിട്ടുള്ള ടാക്സ് ഏതായിരുന്നു? ഓൺ കൾട്ടിവേഷൻ കോൾഡ് ഖരാജ് ആൻഡ് അമൗണ്ട് ഇൻ ദ അബൌട്ട് ഓഫ് 50% ഓഫ് ദി പീസൻസ് പ്രൊഡ്യൂസ്. ഖരാജ് എന്ന് വിളിക്കുന്ന കൃഷിക്കും അതേപോലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ 50% ഫസ്റ്റ് ആയിട്ടുള്ള ടാക്സ്. ദെൻ സെക്കൻഡ് ഓൺ കാറ്റിൽ, എന്താണ് കന്നുകാലികൾക്ക് ടാക്സ് ഉണ്ടായിരുന്നു. ആൻഡ് തേർഡ് ഓൺ ഹൗസസ്, വീടുകൾക്കും ടാക്സ് ഉണ്ടായിരുന്നു. It is important to remember that large parts of the subcontinent remained outside the control of the Delhi Sultans. എന്താ ഉപഭൂഖണ്ഡത്തിൻ്റെ വലിയൊരു ഭാഗങ്ങൾ എന്താ ഡൽഹി സുൽത്താനേറ്റിൻ്റെ നിയന്ത്രണത്തിന് പുറത്തായിരുന്നു എന്ന് ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാട് ഭാഗങ്ങൾ അവരുടെ കീഴിലുണ്ടെങ്കിലും അല്ലാത്ത ഒരുപാട് ഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ഡിസ്റ്റൻറ്റ് province like Bengal from Delhi and soon after annexing southern India, the entire region became independent. എന്താ ഡൽഹിയിൽ നിന്ന് ബംഗാൾ പോലെയുള്ള ദൂരെയുള്ള പ്രവിശ്യകളൊക്കെ നിയന്ത്രിക്കുക എന്നുള്ളത് എന്താ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ അവിടുത്തെ പ്ലേസൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു. അല്ലെന്താ ഒരു റെബല്യനോ വാറോ അല്ലെങ്കിൽ വെതർ ചേഞ്ചൊക്കെ ഉണ്ടാകുമ്പോൾ അത്രയും പ്ലേസുകളൊക്കെ എത്താനും അവിടേക്കുള്ള കോണ്ടാക്റ്റൊക്കെ നഷ്ടപ്പെടുന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ അപ്പോൾ ഈ ദൂരെയുള്ള പ്രവിശ്യകളെ നിയന്ത്രിക്കുന്ന ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ സത്തേൺ ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് പ്രദേശങ്ങളൊക്കെ എന്താ അവർ സ്വതന്ത്രമാക്കി വിട്ട്. ദ കൺട്രോൾ ഡിസ്റ്റൻറ്റ് പ്രൊവിൻസ് ബംഗാൾ ഫ്രം ഡൽഹി ആൻഡ് സൂൺ ആഫ്റ്റർ അനക്സിങ് സത്തേൺ ഇന്ത്യ. നമ്മുടെ എന്താ പറയുക ബംഗാൾ പോലുള്ള പ്രവിശ്യകളൊക്കെ നിയന്ത്രിക്കുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ സത്തേൺ ഇന്ത്യയിലെ പിടിച്ചടക്കിയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ എന്താ സ്വതന്ത്രമാക്കി. ഈവൻ ഇൻ ദി ഗാംഗറ്റിക് പ്ലെയിൻ ദർ വേർ ഫോറസ്റ്റഡ് ഏരിയാസ്. അപ്പം എന്താ അതുപോലെ തന്നെ ഗംഗാ സമതലത്തിൽ പോലും വലിയ വനപ്രദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദ സുൽത്താനേറ്റ് ഫോഴ്സസ് കുഡ് നോട്ട് പെനട്രേറ്റ്. എന്താ അതുകൊണ്ട് തന്നെ സുൽത്താനേറ്റ് ശക്തികൾക്ക് നുഴഞ്ഞു കയറാൻ സാധിച്ചിരുന്നില്ല. കാരണം അവിടെ ഗംഗാ സമതലങ്ങളിൽ
ജനറ്റിക് പ്ലെയിൻ ദർ വെർ ഫോറസ്റ്റഡ് ഏരിയാസ്. ഗംഗാ സമതലങ്ങളിൽ പോലും നല്ല വനപ്രദേശങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുൽത്താനേറ്റ് ഫോഴ്സിന് അവിടേക്കൊന്നും നുഴഞ്ഞു കയറാൻ സാധിച്ചിരുന്നില്ല. ലോക്കൽ ചിഫ്റ്റൻസ് എസ്റ്റാബ്ലിഷ്ഡ് ദർ റൂൾ ഇൻ ദീസ് റീജിയൻസ്. എന്താ ഈ പ്രദേശങ്ങളിൽ തങ്ങളുടെ ഭരണം സ്ഥാപിക്കുക എന്നുള്ളത് പ്രാദേശിക മേധാവികൾ ഈ പ്രദേശങ്ങളിൽ തങ്ങളുടെ ഭരണമൊക്കെ സ്ഥാപിച്ചു. സം ടൈംസ് റൂളേഴ്സ് ലൈക്ക് അലാവുദ്ദീൻ ഖൽജി ആൻഡ് മുഹമ്മദ് തുഗ്ലക് കുഡ് ഫോഴ്സ് ദർ കൺട്രോൾ ഇൻ ദീസ് ഏരിയാസ് ബട്ട് ഓൺലി ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ. അപ്പം അവിടെയൊക്കെ നുഴഞ്ഞു കയറി അവിടെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശിക മേധാവികളുണ്ടല്ലോ, ആ പ്രദേശത്തെ മേധാവികളൊക്കെ ഈ പ്രദേശങ്ങളിൽ ഭരണം സ്ഥാപിച്ചു. അപ്പം ചിലപ്പോൾ അലാവുദ്ദീൻ ഖൽജിയും മുഹമ്മദ് തുഗ്ലക്കും തുടങ്ങിയ ഭരണാധികാരികൾക്ക് ഈ പ്രദേശങ്ങളിൽ തങ്ങളുടെ നിയന്ത്രണങ്ങൾ നിർബന്ധിതമാക്കാൻ കഴിയുന്നു. പക്ഷെ അത് നിർബന്ധിതമാക്കാൻ കഴിയുമെങ്കിലും അത് ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമാണ് അവർക്ക് നിർബന്ധിതമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. The Mongols under Genghis Khan invaded Transoxiana in northeast Iran in 1219 and the Delhi Sultanate faced their onslaught soon after. 1219 ചെങ്കിസ് ഖാൻ്റെ കീഴിലുള്ള മംഗോളിയൻസ് വടക്ക് കിഴക്കൻ ഇറാനിലെ ട്രാൻസോക്സിയാന ആക്രമിച്ചു. മംഗോൾ attacks on the Delhi Sultanate increased during the reign of Alauddin Khalji and in the early years of Muhammad Tughlaq's rule. ഡൽഹി സുൽത്താനേറ്റ് അവരുടെ ആക്രമണത്തെ നേരിട്ടു. മംഗോളിയൻസിൻ്റെ ആക്രമണത്തെ ഡൽഹി സുൽത്താനേറ്റ് നേരിട്ടു. അലാവുദ്ദീൻ ഖൽജിയുടെ ഭരണത്തിലും അതുപോലെ മുഹമ്മദ് തുഗ്ലക്കിൻ്റെ ഭരണത്തിൻ്റെ ആദ്യ വർഷങ്ങളിലാണ് ഡൽഹി സുൽത്താനേറ്റിൽ ആക്രമണങ്ങൾ ഒരുപാടായിട്ട് വർദ്ധിച്ചിട്ടുള്ളത്. ദിസ് ഫോഴ്സ്ഡ് ദ ടു റൂളേഴ്സ് ടു മൊബിലൈസ് എ ലാർജ് സ്റ്റാൻഡിംഗ് ആർമി ഇൻ ഡൽഹി വിച്ച് പോസ്ഡ് എ ഹ്യൂജ് അഡ്മിനിസ്ട്രേറ്റീവ് ചലഞ്ച്. അപ്പം ഈ രണ്ട് ഭരണാധികാരികളും ഡൽഹിയിൽ ഒരു വലിയ സൈന്യത്തെ തന്നെ അണിനിരത്താൻ നിർബന്ധിതരായി. കേട്ടോ, ഇതൊരു വലിയൊരു ഭരണ വെല്ലുവിളി നേരിട്ടു. കാരണം ഇത്രയും വലിയൊരു സൈന്യത്തെ നിയന്ത്രിച്ച് അവരുടെ ഭരണം ഉറപ്പുവരുത്തുന്നതിൽ ഒരു വലിയ വെല്ലുവിളി അവർ നേരിട്ടു. ലെറ്റ് us see how the two sultans deal with this. ഈ രണ്ട് സുൽത്താന്മാർ ഇത് എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടുഡേ വി വിൽ ഡിസ്കസ് എ സ്മോൾ ടോപ്പിക് ഇൻ this part, a closer look administration and consolidation under the Khaljis and തുഗ്ലക്സിൻ്റെയും ഖൽജീസിൻ്റെയും അഡ്മിനിസ്ട്രേഷനും കൺസോളിഡേഷനെ കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു? ക്ലയൻസും സ്ലേവ്സൊക്കെ ഡിസ്കസ് ചെയ്തു. ദെൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഏർലി സുൽത്താൻസിൽ ഖൽജി ആൻഡ് തുഗ്ലക് മൊണാർക്സ് അപ്പോയിൻറ്റഡ് മിലിറ്ററി കമാൻഡേഴ്സിനെ ഗവർണേഴ്സായിട്ട് അപ്പോയിൻ്റ് ചെയ്തു. ഓരോ ടെറിറ്ററീസിലും ഓരോ പ്രവിശ്യയിലും അപ്പോയിൻ്റ് ചെയ്തു. എന്നിട്ട് അവർക്ക് ലഭിച്ചിട്ടുള്ള ലാൻഡ്, ദിസ് ലാൻഡ് വെർ കോൾഡ് ഇക്ത. അവർക്ക് ലഭിച്ചിട്ടുള്ള ലാൻഡിനെ ഇക്ത എന്നും ലാൻഡ് ഹോൾഡേഴ്സിനെ ഇക്താദർ ഓർ മുക്തി എന്നും വിളിച്ചു. അങ്ങനെ ഇക്താദാറിന് അവിടുത്തെ മിലിറ്ററി സർവീസ് ഉണ്ടായിരുന്നു. അതുപോലെ അവിടുത്തെ റവന്യൂവിൽ നിന്ന് അവരുടെ സാലറി കളക്ട് ചെയ്യുകയും എന്നിട്ട് അവരുടെ കീഴിലുള്ള ഓഫീസേഴ്സിനൊക്കെ മിലിറ്ററി സർവീസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവർ അതിൽ നിന്ന് സാലറി നൽകുകയൊക്കെ ചെയ്തു. this harsh condition service were rigorously imposed during the region of Alauddin Khalji and Muhammad Tughlaq. ഒരുപാട് നേരിട്ടതൊക്കെ അലാവുദ്ദീൻ ഖൽജിയുടെയും മുഹമ്മദ് തുഗ്ലക്കിൻ്റെ ഒക്കെ സമയത്താണ് അവർ ഈ സൈനിക സേവനങ്ങളും അതുപോലെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കൂടുതലായിട്ട് നടത്തിയിട്ടുള്ളതും അത് കർശനമായിട്ട് അവരിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതൊക്കെ അലാവുദ്ദീൻ ഖൽജിയുടെയും മുഹമ്മദ് തുഗ്ലക്കിൻ്റെയൊക്കെ ഭരണസമയത്താണ്.
The accountants were appointed by the state. Check amount of revenue collected by the muktis. Care was taken that the mukti collected only the tax prescribed by the state and helped. He kept the required numbers of soldiers. അപ്പം എന്താ മുക്തികൾ അവർ കളക്ട് ചെയ്യുന്ന ഇതിൻ്റെ വരുമാനത്തിൻ്റെ അളവ് പരിശോധിക്കാൻ അക്കൗണ്ടൻറ്റുമാരെ നിയമിച്ചിരുന്നു. അതുപോലെ എന്താ മുക്തികൾ ആ സംസ്ഥാനം നിശ്ചയിച്ചിട്ടുള്ള ഓരോ സ്റ്റേറ്റും നിശ്ചയിച്ചിട്ടുള്ള ടാക്സ് മാത്രമേ കളക്ട് ചെയ്യാനും അതിൽ നിന്ന് തന്നെ അതുപോലെ തന്നെ അവർക്ക് സൈനികരെ സൂക്ഷിച്ചു വെക്കാനൊക്കെ അവർ ശ്രദ്ധിച്ചിരുന്നു. then എന്ത് പറഞ്ഞു? ഡൽഹി സുൽത്താൻസ് brought the hinterland of the cities under their control. They forced the land chieftains, the Samanta aristocrats and rich landlords to accept their authority. അതുപോലെ ഡൽഹി സുൽത്താന്മാരുടെ നഗരങ്ങളിലെ ഉൾപ്രദേശങ്ങളൊക്കെ അവരുടെ നിയന്ത്രണത്തിലാക്കിയപ്പോൾ അവിടുത്തെ പ്രഭുക്കന്മാരെയും അതുപോലെ സാമന്ത പ്രഭുക്കന്മാരുടെ ഒക്കെ അങ്ങനത്തെ ആളുകളിലൊക്കെ അവരെന്താ അധികാരം സ്വീകരിക്കാൻ നിർബന്ധിക്കുകയാണ് ചെയ്തത്. കാരണം ഇത്രയും ലാർജ് ഏരിയ അവർക്ക് റൂൾ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് അവരിലൊക്കെ അവർ അധികാരം ഏർപ്പെടുത്തി കൊടുത്തു. Under Alauddin Khilji, the state brought assessment and collection of land revenue under its own control. അവിടുത്തെ അലാവുദ്ദീൻ ഖിൽജിയുടെ കീഴിൽ സംസ്ഥാനത്തെ ലാൻഡിൻ്റെ വരുമാനം കളക്ട് ചെയ്യുന്നതും ശേഖരിക്കുന്നതൊക്കെ എന്താ അവരുടെ നിയന്ത്രണത്തിലുള്ള തലവന്മാരുടെ കീഴിലൊക്കെ ആയി മാറിയെന്ന് പറഞ്ഞു. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് there were 3 types of taxes പറഞ്ഞു. ഫസ്റ്റ് ഓൺ കൾട്ടിവേഷൻ കോൾഡ് courage and amounting to about 50% of the peasants' produce. Then second on cattle and third on houses. ഈ മൂന്നായിട്ടായിരുന്നു അവരുടെ 3 types of taxes ആണ് ഉണ്ടായിരുന്നത്. then എന്ത് പറഞ്ഞു? ഡൽഹി സുൽത്താൻ local chieftains established their rule and in this region sometimes rulers like Alauddin Khilji and Muhammad Tughlaq could force their control these areas but only for a short duration. എന്നാൽ ഈ ഗംഗാ സമതലത്തിലൊക്കെ വലിയ പ്രദേശങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ സുൽത്താനേറ്റിൻ്റെ ശക്തികൾക്ക് നുഴഞ്ഞു കയറാൻ സാധിച്ചിട്ടില്ല. ഈ പ്രാദേശിക മേധാവികൾ എന്താ അവരുടെ പ്രദേശങ്ങളിൽ തങ്ങളുടെ ഭരണമൊക്കെ സ്ഥാപിച്ചു. അങ്ങനെ എല്ലായിടത്തും എത്താൻ കഴിയാഞ്ഞപ്പോൾ പ്രാദേശിക മേധാവികൾ അവിടുത്തെ ഭരണം അവർക്ക് കീഴിലാക്കി സ്ഥാപിച്ചു. ചില സമയങ്ങളിൽ അലാവുദ്ദീൻ ഖിൽജിക്കും മുഹമ്മദ് തുഗ്ലക്കിനൊക്കെ ഈ പ്രദേശങ്ങളിൽ തങ്ങളുടെ നിയന്ത്രണത്തിലും നിർബന്ധത്തിലൊക്കെ ആക്കാൻ സാധിക്കും. എങ്കിലും എന്താണ് ബട്ട് ഓൺലി ഫോർ എ ഷോർട്ട് ഡ്യൂറേഷൻ, കുറഞ്ഞ സമയത്തിന് മാത്രമേ അത് അവരുടെ കീഴിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടുള്ളൂ. ദെൻ attacks Delhi Sultanate increasing during the region of Alauddin Khilji and in the early years of Muhammad Tughlaq's rule. അപ്പം എന്താ മംഗോളിയൻസിൽ നിന്നുള്ള ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. അതന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെയും ഭരണത്തിലും അതുപോലെ മുഹമ്മദ് തുഗ്ലക്കിൻ്റെ ഭരണത്തിൻ്റെ ആദ്യ വർഷങ്ങളിലൊക്കെയാണ് ഈ ആക്രമണങ്ങളൊക്കെ കൂടുതലായിട്ട് വർദ്ധിച്ചിട്ടുള്ളത്. This forced the two rulers to mobilize a large standing army in Delhi which posed a huge administrative challenge. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ചാലഞ്ചസ് അവരുടെ ഭരണത്തിലും ഭരണകാര്യങ്ങളൊക്കെ ഒരുപാട് ചാലഞ്ചസ് ഒക്കെ നേരിട്ടിരുന്നു. ദെൻ അവർ അത് എങ്ങനെ പിന്തുടർന്നു, അവരെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ് ഇൻ അവർ ക്ലാസ്? Okay, if you have any doubts ask me. Then after watching the class, reading the lesson carefully, and if you have any doubt ask me. Okay, bye dear children, see you again, bye.